കടുത്ത ശുദ്ധജലക്ഷാമം നേരിടുന്ന ഗാസയിൽ കുടിവെള്ളം എത്തിച്ച UAE 10 ലക്ഷത്തോളം പേർക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. ഈജിപ്തിൽ UAE സ്ഥാപിച്ച ജലശുദ്ധീകരണ പ്ലാന്റുകളിൽ നിന്നാണ് പൈപ്പ് ലൈൻ സ്ഥാപിച്ച് ഗാസയിൽ കുടിവെള്ളം എത്തിക്കുന്നത്. ഇമറാത്തി പ്രതിനിധി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിദിനം 2 ദശലക്ഷം ഗാലൻ ശുദ്ധജലം വിതരണം ചെയ്യുന്നതിന് ശേഷിയുള്ളതാണ് പദ്ധതി. ഈജിപ്തിൽ UAE നിർമ്മിച്ച ജലശുദ്ധീകരണ ശാലകളിൽ നിന്നുള്ള വെള്ളം ഖാൻ യൂനിസിലെ അൽ മുറാഖ് സംഭരണിയിലാണ് ശേഖരിക്കുന്നത്. ഈ സംഭരണിക്ക് 50 ലക്ഷം ലിറ്റർ ജലം ശേഖരിക്കുന്നതിന് ശേഷിയുണ്ട്. ഖാസയുടെ വിവിധ ഭാഗങ്ങളിലായി 6 ജലശുദ്ധീകരണ ശാലകളിൽ നിന്നാണ് വെള്ളം സംഭരണിയിലേക്ക് എത്തിക്കുന്നത്. ജലവിതരണ ശൃംഖല സ്ഥാപിക്കുന്നതിനുള്ള മുഴുവൻ ക്രമീകരണങ്ങളും ഒരുക്കിയത് UAE ആണ്. കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന ഗാസയിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതാണ് പദ്ധതി. മാധ്യമപ്രവർത്തകരുടെയും ജനനേതാക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം. UAE-യിൽ നിന്നും ഇന്ത്യയിലേക്ക് വൻതോതിൽ ദ്രവീകൃത പ്രകൃതിവാതക ഇറക്കുമതിക്ക് കരാർ. അബുദാബി എണ്ണ കമ്പനിയായ അഡ്നോക്കും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡും തമ്മിലാണ് കരാർ ഒപ്പുവച്ചിരിക്കുന്നത്. LNG ഇറക്കുമതിക്ക് 15 വർഷത്തെ കരാറിലാണ് അഡ്നോക്കും IOCയും ഒപ്പുവച്ചിരിക്കുന്നത്. പ്രതിവർഷം 10 ലക്ഷം വാതകമാണ് കരാർ പ്രകാരം ഇന്ത്യക്ക് ലഭിക്കുക. അഡ്നോക്കിന്റെ റുവൈസ് LNG പദ്ധതിയിൽ നിന്നുമാണ് ദ്രവീകൃത പ്രകൃതിവാതകം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുക. ഇന്ത്യയിൽ ഏത് തുറമുഖത്തേക്ക് വേണമെങ്കിലും LNG ഇറക്കുമതി ചെയ്യാൻ കഴിയും വിധത്തിലാണ് കരാർ. ശുദ്ധോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മധ്യപൂർവ്വ ദേശത്തെ ആദ്യ LNG പ്ലാന്റാണ് റുവൈസിലേത്. 2022-ൽ UAE-യും ഇന്ത്യയും ഒപ്പുവച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ തുടർച്ചയായിട്ടാണ് LNG ഇറക്കുമതിയുള്ള കരാർ. പ്രവാസികളെ തരാതരം പോലെ കൊള്ളയടിച്ചിട്ടും അധിക നിരക്ക് ഈടാക്കിയിട്ടും ഇന്ത്യൻ കമ്പനികൾ ഈ വർഷവും നഷ്ടത്തിലെന്ന് കണക്കുകൾ. കഴിഞ്ഞ വർഷത്തിന്റെ ഇരട്ടിയായിരിക്കും നഷ്ടമെന്നാണ് പ്രവചനം. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആകെ നഷ്ടം 95,000 കോടി മുതൽ 1,05,000 കോടി രൂപ വരെയായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ ICRA റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം 55,000 കോടി രൂപയായിരുന്നു ഇന്ത്യൻ വ്യോമയാന വ്യവസായത്തിന്റെ നഷ്ടം. ആഗോളതലത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിലെ കുറവും പുതിയ വിമാനങ്ങളുടെ ഡെലിവറി വൈകുന്നത് മൂലമുള്ള പ്രശ്നങ്ങളും ആണ് നഷ്ടത്തിന്റെ കാരണം. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ 3 മുതൽ 6% വരെ യാത്രക്കാരുടെ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. NTV UAE to the world.